ഇന്ന് മാഷ് എടുത്ത ക്ലാസ്സിൽ ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടത് അമ്മക്കും അച്ഛനും വേണ്ടി അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാഷ് ഒത്തിരി കാര്യങ്ങൾ അതിൽ പറഞ്ഞു. നമുക്ക് നമ്മ ജനിക്കുമ്പോൾ അമ്മയുടെ പ്രാണനും അസ്ഥിയെല്ലാം നമുക്ക് ഉണ്ടായ കിലോ, അതായത് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് 1 കിലോ തൊട്ട് 3 കിലോ അങ്ങനെ ആയിരിക്കും. ആ 3 കിലോ അമ്മയുടെ രക്തം, അസ്ഥി, ഇതൊക്കെ പ്രാണൻ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം 30 കിലോ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കിലോയിലുണ്ടാക്കി നമ്മളെ ഈ കിലോയൊക്കെ നമ്മളെ അച്ഛൻ്റെയും അമ്മയുടെയും വേർപ്പാണ്. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നത് നമ്മുടെ അച്ഛനും അമ്മയെല്ലാമാണ്. നമുക്കിപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രവും എൻ്റെ വാച്ച്, വള, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ പഠിക്കുക, അന്നന്ന് ടീച്ചർ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ പഠിക്കുക, എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ അലക്കുക, എൻ്റെ മുറി ഞാൻ വൃത്തിയാക്കുക. ഇതിലൊക്കെയാണ് ഞാൻ അവരോട് സ്നേഹം കാണിക്കേണ്ടതെന്നാണ് മാഷ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം മാഷ് ഇപ്പോൾ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും എൻ്റെ ഹാർട്ടിനെ ടച്ച് ചെയ്തത് അമ്മയോടും അച്ഛനോടും കാണിക്കേണ്ട സ്നേഹമാണ്. അപ്പോൾ ഇത്രയും. എല്ലാ ദിവസവും പഠിക്കണം. ഒരു അച്ഛന് പിറന്നാളിൽ അമ്മക്കും അച്ഛനും സന്തോഷമുള്ളത് കൊടുക്കണം. അമ്മ പറയുന്നതും ടീച്ചർമാർ പറയുന്നതും എല്ലാ ദിവസവും കേൾക്കണം. ചെയ്തു. പിന്നെ ഇപ്പം മാഷ് കൈകാര്യം ചെയ്യുന്നത് ആ ജീവിതത്തിൽ പാലിക്കേണ്ട മൂല്യങ്ങളെ കുറിച്ചിട്ടാണ്. അവർ ഒരിക്കലും നമ്മൾക്ക് ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ നമ്മളത് ശ്രദ്ധിക്കാതെ ഒരു പക്ഷേ നമ്മുടെ ആ തിരക്ക് മൂലമായിരിക്കും പാഠങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതും, അങ്ങനെ ഒരുപാട് തിരക്കുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു കുട്ടിയുടെ മൈൻഡിലേക്ക് എത്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒരു 1.5 മണിക്കൂർ എന്ന് പറയുന്ന ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ മാഷിനെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരത് ശ്രദ്ധിക്കാത്തായിരിക്കും. ഇപ്പം പറയുന്ന ഒരു വിഷയം തന്നെ അമ്മയുടെ ജീവിതത്തിൽ, അതായത് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒന്നല്ല അമ്മ, ഒന്നും കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരാളാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് സ്വന്തം കാര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവരുടെ കാര്യം ഒരു ചിന്തയില്ലാതെ പോകുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ വളർന്നു വരുന്ന സമൂഹത്തിന്, അതായത് ഈ കുട്ടികളിലൂടെ ഒരു നല്ല സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു ക്ലാസ് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുട്ടികൾക്ക് അവർ ശ്രദ്ധിക്കൂല, അതായത് അവർ ഒരു കുഞ്ഞു കാര്യമായിരിക്കും എന്ന് പറയുന്ന ഒച്ച അവരെ ഒരു ശീലമായിട്ട് വന്നതാണ്. അത് പാടില്ല എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് പാടില്ല എന്ന് വരെ മാഷ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു നല്ല കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചു. നല്ലോണം പൈസ ഉണ്ട്, പിന്നെ ടൈം ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്. ഓക്കെ, ടൈം ഉണ്ട്, പൈസ ഉണ്ട്. ഇത് വെച്ചിട്ട്, ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഏതെല്ലാം മാറ്റം കൊണ്ടുവരും, ഈ നാട്ടിൽ ഏതെല്ലാം മാറ്റം കൊണ്ടുവരും, അത് ഫാസ്റ്റ് ആയിട്ട് പോയിന്റ് വൈസ് എഴുതണം. സ്റ്റോറീസിൽ എഴുതണ്ട, പോയിന്റ് വൈസ് ഇത് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ. ഓക്കെയാ? ഫാസ്റ്റ് ഏത് ഗ്രൂപ്പ് ജാസ്തി പോയിന്റ്സ് എഴുതുന്ന അത് വിന്നിംഗ് ഗ്രൂപ്പ്. മനസ്സിലായാ? മനസ്സിലായാ? കത്തനെ ചർച്ച ചെയ്തിട്ട് വേഗം വേഗം. നിങ്ങളുടെ കയ്യിൽ പണവും സമയവും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ നല്ല കാര്യം ചെയ്യും കേട്ടോ. ടൈമുണ്ട്, ഫുള്ള് ടൈമുണ്ട്. ഇപ്പോ 10:42 മലയാളത്തിലോ 10:42 അല്ല 10:37 അല്ല 10:37 അപ്പോൾ 10:43 സ്റ്റോപ്പ് ചെയ്യും, 10:43 സ്റ്റോപ്പ് ആവും. മനസ്സിലായാ? 10:43 വരെ ടൈം ഉണ്ട്, വേഗം എഴുതണം. ഈ ഗ്രൂപ്പ് 3rd പോയിന്റ് പോയി 2 പോയിന്റ്സ് ആയി. ഗ്രൂപ്പ് ഏത് 3 ആ? ഗ്രൂപ്പ് 3 ഓൾറെഡി 2 പോയിന്റ്സ് ആണ്. ഇഷ്ടമുള്ള എത്ര പോയിന്റ് എഴുതാം? ആരാ കൂടുതൽ എഴുതുന്ന നോക്കിട്ട്. എന്താ പറയുക?
പറഞ്ഞ നിങ്ങളത് എത്രയായി? പാവപ്പെട്ടവർക്ക് ആശുപത്രി, സൗജന്യ ചികിത്സ, പ്രകൃതിയെ സംരക്ഷിക്കുക, പാവപ്പെട്ടവർക്ക് അന്നദാനം, സൗജന്യ വസ്ത്രം, സൗജന്യ പഠനം, പാവപ്പെട്ടവർക്ക് വീട്, സൗജന്യ ജോലി, സ്കൂൾ പുതുക്കി പണിയുക, ആശ്രമം നിർമ്മാണം, ശുചിത്വശാല. ആശ്രമം എന്താ? ആശ്രമം അനാഥാലയം. ഓക്കെ, അനാഥാശ്രമം. ഓക്കെ. പിന്നെ ശുചിത്വശാല. എല്ലാവർക്കും ഫ്രീ പഠനം. പാവപ്പെട്ടവർക്ക് റൈസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, പച്ചക്കറികൾ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇത് വിന്നിംഗ് ഗ്രൂപ്പ്. എല്ലാവരും ക്ലാപ്പ് ക്ലാപ്പ്. വായിക്ക്. ദരിദ്രരെ സഹായിക്കും. അല്ല, ഒച്ചയിൽ പറയും. ദരിദ്രരെ സഹായിക്കും, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, കിടക്കാൻ ഇടമില്ലാത്തവർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കും, അനാഥ കുട്ടികളെയും മുതിർന്നവരെയും സഹായിക്കും, ഭിന്നശേഷി അസുഖബാധിതരായ കുട്ടികൾക്ക് മികച്ച ചികിത്സ നൽകും, നാടിലെ ജനങ്ങളെ സഹായിക്കും, മാലിന്യ വിമുക്ത നാടായി മാറ്റും, മികച്ച വിത്തിനങ്ങൾ കൈമാറ്റം ചെയ്യും, കർഷകർക്ക് ആവശ്യമായ കാർഷികോപകരണങ്ങൾ നൽകും, സമൂഹത്തെ സുരക്ഷിതമാക്കും, കടൽ തീരത്ത് വസിക്കുന്നവരെ പണം കൊടുത്ത് സഹായിക്കും, മഴക്കാലത്ത് ക്യാമ്പ് സംഘടിപ്പിക്കും. വെരി ഗുഡ്. ഇത് സെക്കൻഡ് വിന്നിംഗ് ഗ്രൂപ്പ്. ക്ലാപ്പ് ക്ലാപ്പ്. പാവപ്പെട്ടവരെ സഹായിക്കും, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കും, മരങ്ങൾ ചെടികൾ നട്ടുപിടിപ്പിക്കും, ഭൂമിയിൽ പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കും, പ്ലാസ്റ്റിക് ഒഴിവാക്കും, വിദ്യാലയങ്ങൾ നിർമ്മിക്കും, ജനങ്ങളെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, മരങ്ങൾ വെള്ളമടിച്ചു കൊടുക്കും, റോഡുകൾ നിർമ്മിക്കും, പുഴകളിലെയും തോടുകളിലെയും മാലിന്യങ്ങൾ ഒഴിവാക്കും, മരങ്ങൾ വെട്ടാതെ സൂക്ഷിക്കും, സൗജന്യ ചികിത്സ നൽകും. ശബാഷ്, വെരി ഗുഡ്. അല്ല, ഒച്ചയിൽ പറയണം. പട്ടിണി കിടക്കുന്ന പാവങ്ങൾക്ക് ഭക്ഷണം സൗജന്യമായി വിതരണം ചെയ്യും, സ്നേഹാലയത്തിലേക്ക് വസ്ത്രം നൽകും, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കും, പക്ഷികൾക്ക് വെള്ളം കൊടുക്കും, പക്ഷികൾക്ക് വെള്ളം കൊടുക്കും, ചെടികൾ നട്ടുപിടിപ്പിക്കും, ക്യാൻസർ രോഗികൾക്ക് സഹായമായി പണം നൽകും, ആരുമില്ലാത്തവർക്ക് സഹായം നൽകും, ആനന്ദാശ്രമത്തിലേക്ക് സാധനങ്ങൾ കൊടുക്കും, ആശുപത്രിയിലേക്ക് ഭക്ഷണം കൊടുക്കും. വെരി ഗുഡ്. ഇന്നൊരു പ്രാവശ്യം. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കും, രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും, പാവപ്പെട്ട കുട്ടികൾക്ക് പഠനാവശ്യ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും, ജീവിതാവശ്യങ്ങൾക്ക് പണം നൽകും. ഇതുപോലുള്ള ആനന്ദാശ്രമങ്ങൾ ഇനിയും പണിയും. ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ചികിത്സ നൽകും. താങ്ക്സ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വീടും കൊടുക്കും, ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം കുറയ്ക്കില്ല, നാട്ടിലേക്ക് വിഷമില്ലാത്ത കൃഷി കൊണ്ടുവരും, പണപ്പെട്ടവരോ പാവപ്പെട്ടവരോ വേർതിരിവുണ്ടാവില്ല, എല്ലാവരെയും സഹായിക്കും, ആരെയും പിച്ചെടുക്കാൻ സമ്മതിക്കില്ല, ജാതി മത വേർതിരിവില്ല, പലചരക്ക് സാധനങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കും, കാലിന് സുഖമില്ലാത്തവർക്ക് വണ്ടികൾ ദാനം ചെയ്യും, അപകടം നീക്കാൻ റോഡിലെ കുണ്ടും കുഴിയും ടാറിട്ട് നിരത്തി. അമ്മ വന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം ചോദിക്കാൻ നാണ്. അപ്പോൾ അവന് കുറച്ച് വെള്ളം വേണം പറയും. അപ്പോൾ അമ്മക്ക് മനസ്സിലായില്ലേ ആൾക്ക് വിശക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലായിട്ട് പാലിൽ നല്ലോണം കാഷ്യൂനട്ട് ആൽമണ്ട് എല്ലാം പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് ഷുഗറെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ട് പാല്. ഓക്കെ, അത് കുടിച്ചിട്ട് അവർക്ക് വിശപ്പെല്ലാം പോകും, സന്തോഷമാവും. അമ്മയുടെ മൈൻഡിൽ രജിസ്റ്റർ ആവും. ഓക്കെ, അപ്പോൾ 15-20 കൊല്ലം. അതിൻ്റെ ശേഷം ഈ അമ്മച്ചക്ക് സുഖമില്ല, നെയ്ബേഴ്സ് അവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുന്നത്. പിന്നെ അവർക്ക് ഒരു വലിയ ഓപ്പറേഷൻ ആവശ്യമുണ്ട്. അത് ഓപ്പറേഷനായി അവൾ ബില്ല് നോക്കിയാൽ ബില്ല് ആരോ പേ ചെയ്തിട്ടില്ല. അവർക്ക് അതിശയം, എന്തെടുത്ത് പൈസയില്ല, ആര് പേ ചെയ്തു അങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പോൾ താഴെ നോക്കി ബില്ല് അവിടെ താഴെ എഴുതിയിട്ടുണ്ട്, 1 ഗ്ലാസ് പാല് ഈ ബില്ലുണ്ട്, കടം തീർത്തിട്ടുണ്ട്. അങ്ങനെ ഓക്കെ, മലയാളം ഓക്കെ അല്ല, അങ്ങനെ. അപ്പോൾ ആക്ച്വലി ആ ഡോക്ടർ ആ കുട്ട ഉണ്ടല്ലോ, ആ കുട്ട തന്നെ ഡോക്ടർ ആയിട്ടുണ്ട്. അവർക്ക് മനസ്സിലാവും ഇത് അതേ അമ്മച്ചി പറഞ്ഞിട്ട്
അവന് ഇതാ ഇപ്പൊ ഇതില് ഇതെല്ലാം പഠിക്കാനുണ്ട്. ഇതെല്ലാം ഉണ്ട് പഠിക്കാൻ ഈ സ്റ്റോറിയിൽ. എന്താ ഏതെങ്കിലും ഉണ്ടാ പഠിക്കാനായിട്ട് ഏതെങ്കിലും ഉണ്ടാ? ഇതുണ്ടോ? എന്നാ ചേട്ടാ പിന്നെ പിന്നെന്താ? പിന്നെ അമ്മച്ചി കൊടുത്തിട്ട് അവനത് ചേട്ടേ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് കൊടുത്തു. അവർക്ക് കൊടുക്കണം തോന്നി കൊടുത്തു. നമ്മൾ ഏതെങ്കിലും ചെയ്യുമ്പോൾ അത് വാപ്പസ് വരട്ടെ പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. ചെയ്യണം. അത് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യും. മനസ്സിലായാ? ഇങ്ങനത്തെ സ്റ്റോറി ഓരോ സ്റ്റോറി അറിയില്ല നിങ്ങൾക്ക്? എത്ര 11 വയസ്സായല്ലോ? എന്താ ഒരു സ്റ്റോറി അറിയില്ല?